ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ സ്കെച്ചപ്പ് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. വളരെ ബേസിക് ആയിട്ടുള്ളൊരു നോളജ് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് എങ്ങനെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു സീരീസ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒട്ടും നോളജ് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കഴിയുന്നതോടുകൂടി ഒരു നല്ലൊരു നോളജ് അല്ലെങ്കിൽ എങ്ങനെ സ്കെച്ചപ്പ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം എന്നതിനെപ്പറ്റി ഒരു ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. സോ കമ്മിങ് ടു ദ വീഡിയോ, ഞാനിപ്പോൾ ഇവിടെ സ്കെച്ചപ്പ് ഓപ്പൺ ചെയ്യാണ്. ഇതാണ് സ്കെച്ചപ്പിൻ്റെ ലോഗോ. ഞാൻ യൂസ് ചെയ്യുന്ന സ്കെച്ചപ്പ് 2024 വേർഷനാണ്. പല വേർഷനിലുള്ള സ്കെച്ചപ്സും അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഇതിൽ 24 ആണ്. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം വരുന്നൊരു സ്ക്രീൻ ഇങ്ങനെയായിരിക്കും. ഇതിൽ ഫസ്റ്റ് കിടക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു യൂണിറ്റിലാണ് നമുക്ക് നമ്മുടെ മോഡൽ ഡെവലപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സെൻറ്റിമീറ്റർ ഉണ്ടാവും, ഇഞ്ച്, മീറ്റേഴ്സ്, മില്ലിമീറ്റേഴ്സ്, അങ്ങനെ പല രീതിയിലുള്ള അളവുകളും കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തത് ഒരു ഫ്രഷ് പേജ് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ താഴെ റീസെൻറ്റ് ഫയൽസ്, നമ്മളിതിന് മുന്നേ വർക്ക് ചെയ്ത കാര്യങ്ങൾ, അതിപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റീസെൻറ്റ് ഫയൽസിൽ നിന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഫയൽസ് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പുതുതായിട്ടൊരു പേജാണ് ഓപ്പൺ ചെയ്യുന്നത്. പിന്നെ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് സെൻറ്റിമീറ്ററിൽ വരയ്ക്കാനാണ്. അപ്പോൾ ആർക്കിടെക്ചറൽ സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പുതിയ സ്ക്രീൻ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു സ്കെച്ചപ്പിൻ്റെ ഒരു തുടക്കത്തിൽ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ പുതുതായി സ്കെച്ചപ്പ് ഇൻസ്റ്റാൾ ചെയ്തതാണെന്നുണ്ടെങ്കിൽ ഈ ടൂൾ ബാർസ്, ലെഫ്റ്റിലെ ടൂൾ ബാർസും ഇതെല്ലാം ഇവിടെ കാണണം എന്നില്ല. അത് എങ്ങനെ അതിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം. സോ പുതുതായി ഇൻസ്റ്റാൾ ചെയ്ത സിസ്റ്റത്തിലേക്കാണ് ടൂൾ ബാർസ് അറേഞ്ച് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ മുകളിൽ ഒരു വ്യൂ എന്ന് പറയുന്ന ഓപ്ഷനിൽ ടൂൾ ബാർസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട ഒരു കാര്യം, ലാർജ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഐക്കൺസ് എല്ലാം ബിഗറായിട്ട് കാണിക്കും. അത് നിങ്ങളുടെ പ്രിഫറൻസ് ആണ്. നിങ്ങളുടെ മോണിറ്റർ സൈസിനനുസരിച്ച് നിങ്ങൾക്കിത് ലാർജ് ഐക്കൺ ആക്കാം, സ്മോൾ ഐക്കൺ ആക്കാം. ഞാനിവിടെ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ലാർജ് ഐക്കൺ ആയിട്ട് ഇടാനാണ്. അപ്പോൾ ഞാനത് ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ടൂൾ ബാർസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ലാർജ് ടൂൾ സെറ്റാണ് ലെഫ്റ്റിൽ കാണുന്ന ഇവിടെ വരുന്ന നമുക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള മെജോറിറ്റി ഓഫ് ദ ടൂൾസും വരുന്നത്. ആ ലാർജ് ടൂൾ സെറ്റ് അൺടിക്കായാണ് കിടക്കുന്നതെങ്കിൽ അത് ടിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ക്യാമറ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഓർബിറ്റും കാര്യങ്ങളെല്ലാം അത് വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ കാണുന്ന പോലെ എല്ലാ ടൂൾ സെറ്റുകളും ഓപ്പണായി വരുന്നതായിരിക്കും. അതിൽ മെയിനായിട്ട് വേണ്ടത് ക്യാമറ, ഡ്രോയിങ്, ലാർജ് ടൂൾ സെറ്റ്, മെഷർമെൻറ്റ്സ്, ഷേഡോസ് എല്ലാം കൊടുക്കാം. ടിക്ക് ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസിഫയർ, ടാഗ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. വ്യൂസ് കൊടുക്കാം. ഇതെല്ലാം ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓക്കെ ക്ലോസ് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഓപ്പണായി വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ഇപ്പോൾ ടിക്ക് ചെയ്ത് ഇതിനകത്ത് വരുത്തിയ ടൂൾ ബാർസിനെ എങ്ങനെയൊക്കെ അലൈൻ ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ മുകൾ ഭാഗത്തായിട്ട് മൗസ് പോയിൻ്റർ കൊണ്ട് വയ്ക്കുമ്പോൾ ഒരു മൂവ് ബട്ടൺ വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾ സെറ്റിനെ എങ്ങോട്ട് വേണമെങ്കിലും മൂവ് ചെയ്ത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എവിടെ വേണമെങ്കിലും കൊണ്ട് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിതിനെ ലെഫ്റ്റിൽ തന്നെ പ്ലേസ് ചെയ്യുന്നു. പിന്നെ മുകളിലുള്ള ടൂൾ ബാർസും ഇതുപോലെ തന്നെ മാറ്റി എവിടെയെങ്കിലും വെക്കാം. എനിക്കിപ്പോൾ ഈ ഒരു സൈഡിലിരിക്കുന്ന ടൂൾ ബാർസിന് ഇവിടെ വേണ്ട, മുകളിൽ ഈ ഒരു ഗ്യാപ്പിലേക്ക് കൊണ്ടുവന്ന് അടിയിൽ കുറച്ച് വർക്ക് സ്പേസ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യാം. അതുപോലെ ഇതിൽ കാണുന്ന ഏതിനെയും നമുക്ക് മാറ്റാനും എവിടെ വേണമെങ്കിലും നമ്മുടെ ഇഷ്ടാനുസരണം പ്ലേസ് ചെയ്യാനും പറ്റുന്നതാണ്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഇവിടെ റൈറ്റ് സൈഡിൽ ഡിഫോൾട്ട് ട്രേ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ചിലവർക്ക് ഇവിടെ ഈ ഒരു ട്രേ ഇവിടെ വിസിബിൾ ആയിരിക്കില്ല, ചിലപ്പോൾ ഹൈഡായി കിടക്കുന്നുണ്ടാവും. അങ്ങനെ ഹൈഡായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളിവിടെ വിൻഡോയിൽ ഡിഫോൾട്ട് ട്രേയിൽ ഷോ ട്രേ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതിലിപ്പോൾ എനിക്ക് കാണിക്കുന്നതുകൊണ്ട് ഹൈഡ് ട്രേ എന്നാണ്. ഇപ്പോൾ ഹൈഡ് ട്രേ ഇതുപോലെ ഇങ്ങനെ ഹൈഡായി ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കേണ്ട ഒരു ഓപ്ഷൻ അതാണ്. വിൻഡോ, ഡിഫോൾട്ട് ട്രേ, ഷോ ട്രേ.
ഇതിൽ ഇങ്ങനെ ഹൈഡ് ആയിരിക്കുന്നുണ്ടെങ്കിൽ അൺഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് ഇത് ഈ ഡിഫോൾട്ട് ട്രേ ഇവിടെ വിസിബിൾ ആവുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക. കാരണം നമുക്ക് ഈ ഒരു മോഡലിങ്ങിന് അത്യാവശ്യമായ ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു ഏരിയ ആണിത്. അപ്പോൾ ഇത് വിസിബിൾ ആക്കി വെക്കുക. അടുത്തതായി നമുക്കിതിൽ നോക്കാനുള്ളൊരു മെയിനായിട്ടൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഇതിൻ്റെ ആക്സിസുകളാണ്. ഇതിൽ നമുക്ക് 3D ഡെവലപ്പ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ 3 ആക്സിസുകൾ നമ്മൾ കൺസിഡർ ചെയ്യണം. ഞാൻ പറയേണ്ട ആവശ്യമില്ല, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. എക്സ് ആക്സിസും വൈ ആക്സിസും സെഡ് ആക്സിസും. ഇതിൽ 3 ഡിഫറെൻറ്റ് കളേഴ്സിൽ ആക്സിസുകൾ മാർക്ക് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ എക്സ് ആക്സിസ് ഗ്രീൻ ആയിട്ടും വൈ ആക്സിസ് ബ്ലൂ ആയിട്ടും സെഡ് ആക്സിസ് റെഡ് കളറിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാണ് ഇങ്ങനെ മാർക്ക് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടൂൾ എടുത്ത് വരയ്ക്കുമ്പോൾ ആ കളർ വെച്ച് നമുക്കത് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും ഏത് ആക്സിസിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ലേഡിയുടെ ഒരു ഫോട്ടോ ഇവിടെ ഒരു സിമ്പിൾ ഇവിടെ കാണാൻ പറ്റും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഫറൻസ് ആണത്. ഇതിന് വരയ്ക്കുന്നതിൻ്റെ ഒരു ഹൈറ്റിനോടോ അല്ലെങ്കിൽ ഒരു സൈസിനോടോ നമുക്ക് അതിനെ റെഫർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു കമ്പാരിസന് വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ നോർമലി ഇത് വെക്കാറില്ല. ആവശ്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിന് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റായി പോകും. നമ്മളിതിൽ ഓരോ ആക്സിസിനെ കുറിച്ചും പറഞ്ഞു. ബട്ട് എങ്ങനെ ഇതിനെ ഓരോ ആക്സിസിനെയും തിരിച്ചും അതിനെ സൂം ഇൻ ചെയ്തും സൂം ഔട്ട് ചെയ്തും നോക്കാം എന്നുള്ളതിൻ്റെ കൺട്രോൾസിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു ടൂൾ ബാർസിൽ ഒരു ഓർബിറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഞെക്കിയിട്ട് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ഓരോ വ്യൂവിലേക്കും നമുക്ക് ഒരു 3 ഡയമെൻഷനലി ഒരു ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ സെയിം ഓപ്ഷൻ തന്നെയാണ് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഒരു സെയിം ഫങ്ഷൻ തന്നെയാണ് വരുന്നത്. ഇനി എങ്ങനെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും മൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. നമുക്കൊരു ഒബ്ജക്റ്റിനെ റെഫറൻസ് വെച്ചുകൊണ്ട് അതിൻ്റെ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് സെയിം മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ ഞെക്കി ലെഫ്റ്റിലേക്ക് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റിലേക്ക് നീങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ സെയിം ഫംഗ്ഷൻ തന്നെ ഷിഫ്റ്റ് ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് മൗസിൻ്റെ സ്ക്രോൾ ബട്ടൺ ഞെക്കി ഓർബിറ്റ് ഫംഗ്ഷൻ അത് ഞെക്കിയിട്ട് റൈറ്റിലേക്ക് നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് നീക്കി കഴിഞ്ഞാലും ആ ഒരു ഡയറക്ഷനിലേക്ക് അത് നീങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ സൂം ഇൻ ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും നമ്മുടെ സ്ഥിരം ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അതേ ഓപ്ഷൻ തന്നെയാണ്. സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്തിട്ട് മുന്നിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂം ഇന്നും ഔട്ട്വേർഡ് സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂം ഔട്ടും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആണ് ഈ അടിയിൽ കാണുന്ന ഈ സ്റ്റാറ്റസ് ബാർ എന്ന് പറയുന്ന ഈ ഒരു ഏരിയ. ഇവിടെ മെഷർമെൻറ്റ്സ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതൊരു ടൂളിൻ്റെയും ഒരു യൂസ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ എഴുതി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ലൈൻ ടൂളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഷർമെൻറ്റ്സ് കാര്യങ്ങൾ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് എത്ര ദൂരമാണ് ആ ലൈൻ ടൂള് വെച്ച് വരയ്ക്കുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഐഡിയ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. അല്ലെങ്കിൽ ഒരു ലൈൻ ടൂൾ വെച്ചൊരു 10 സെൻറ്റിമീറ്ററാണ് വരയ്ക്കേണ്ടത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് 10 സെൻറ്റിമീറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാമെന്നൊക്കെയാണ്. അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ഞാൻ 10 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ സ്കെച്ചപ്പ് ഓപ്പണായി വന്നപ്പോൾ നമ്മളൊരു യൂണിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കൂടുതൽ പ്രിഫറൻസ് സെൻറ്റിമീറ്ററിൽ വരയ്ക്കാനാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ വരുന്ന എല്ലാ യൂണിറ്റ്സും ഇവിടെ സെൻറ്റിമീറ്ററിലായിരിക്കും. ഇനി ഇൻ കേസ് നിങ്ങൾക്കിതിപ്പോൾ കൊടുത്തതിന് ശേഷമാണ് അത് ചേഞ്ച് ചെയ്യാൻ ആയിട്ട് തോന്നുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ മുകളിൽ വിൻഡോയിൽ മോഡൽ ഇൻഫോ എന്ന് പറയുന്ന ഓപ്ഷനിൽ യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കൊടുത്ത ഒരു ഞാനിപ്പോൾ ഓപ്പണായി വന്നപ്പോൾ സെൻറ്റിമീറ്ററാണ് കൊടുത്തത്, അതുകൊണ്ട് ഇവിടെ സെൻറ്റിമീറ്റർ ഉണ്ടാവും. നിങ്ങൾക്കത് മീറ്ററിൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ മീറ്റർ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിന് ശേഷം ഇവിടെ വരുന്ന എല്ലാ യൂണിറ്റ്സും മീറ്ററിലായിരിക്കും നമ്മൾ കൊടുക്കുന്ന എല്ലാം മീറ്ററിലായിട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ തൽക്കാലം സെൻറ്റിമീറ്ററിനാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ പ്രിഫറൻസ് ഏതാണോ അതിനനുസരിച്ച് അത് കൊടുക്കാം. സോ ഫ്രണ്ട്സ്, ഇത്രയാണ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ സ്കെച്ചപ്പിൻ്റെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇത് എങ്ങനെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ് വെച്ചുകൊണ്ട് എങ്ങനെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം, ആ മോഡൽ എങ്ങനെ 3 ഡയമെൻഷനിൽ ജനറേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അത് വരുന്ന വീഡിയോസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക.